നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കേരള സർവകലാശാല SFI മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും ലാത്തിച്ചാർജും. പ്രതിഷേധം കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാത്തതിനെതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന് ED നോട്ടീസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല. ശബരിമല കൊടിമര പുനർനിർമ്മാണ അന്വേഷണത്തിൽ കോൺഗ്രസും പ്രതിരോധത്തിൽ. വഴിപാട് സ്വർണത്തിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണസമിതിക്കില്ലെന്ന് അജയ് തറയിൽ. SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. KP ഉദയഭാനുവിന് ആന്റോ ആന്റണിയുടെ വക്കീൽ നോട്ടീസ്. മലമ്പുഴയിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. തീരുമാനമെടുത്തിട്ടില്ലെന്ന് VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം. പറയേണ്ട സമയത്ത് പറയുമെന്ന് VD സതീശൻ. ഇടതുകോട്ടയിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. തുടർഭരണത്തിനെതിരായ പ്രതികരണം കടുപ്പിച്ച സച്ചിദാനന്ദൻ. അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. സാംസ്കാരിക നായകർ പറയുന്നത് നന്നാവാൻ വേണ്ടിയാണെന്ന് MV ഗോവിന്ദൻ. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് തോമസ് ഐസക്. സാംസ്കാരിക പ്രവർത്തകരുടെ വിമർശനം ആയുധമാക്കി പ്രതിപക്ഷം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. 3 പ്രതികൾ ഒളിവിൽ തന്നെ. ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ വിമർശനം. വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അധ്യാപകർ. ഒരാൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നും ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഉള്ളതാണ് ഞാനൊക്കെ അന്നെടുത്തൊരു സ്റ്റാൻഡ്. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച അന്വേഷണം. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ്. പരാതിയുമായി കുടുംബം. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി നീങ്ങാൻ പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും സ്തംഭിച്ചു. അവിശ്വാസ പ്രമേയവുമായി സഹകരിക്കാൻ തയ്യാറെന്ന് തൃണമൂൽ കോൺഗ്രസ്. തുടർച്ചയായ സഭാസ്തംഭനം ഒഴിവാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി കേന്ദ്ര സർക്കാർ. ബിജു മേനോനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് നിർമ്മാതാവ് അനൂപ് കണ്ണൻ. പ്രമോഷന് വരാമെന്ന ഉറപ്പ് പാലിച്ചില്ല. ബിജു മേനോന്റെ നിസ്സഹകരണം മൂലം 25 ലക്ഷം രൂപ നഷ്ടമുണ്ടായി. ആരോപണത്തിൽ പ്രതികരിക്കാതെ നടൻ. തവനൂർ വിട്ടു നൽകുന്നതിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. അതൃപ്തി പരസ്യമാക്കി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് തന്നെ സീറ്റിൽ മത്സരിക്കണമെന്ന് KPC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ. പൊന്നാനി സീറ്റ് കൈമാറാനുള്ള നീക്കത്തിലും പ്രതിഷേധം. T20 ലോകകപ്പിൽ ഇന്ത്യ-പാക് മത്സരം ഉറപ്പായി. ബഹിഷ്കരണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ. മത്സരത്തിന് അനുമതി നൽകി പാക് സർക്കാർ. സൂപ്പർ സൺഡേ പോരാട്ടം കൊളംബോയിൽ. കേരള സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കലോത്സവത്തിന്റെ ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് VC മോഹൻ കുന്നുമേലിനെതിരെ SFI പ്രതിഷേധം നടക്കുന്നത്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സമരക്കാർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കയറി.
സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, VC-യുടെ മുറിക്ക് മുന്നിൽ വരെ എത്തി SFI പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ രജിസ്ട്രാറുടെ മുറിയുടെ മുൻപിലാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. VC അനുമതി നൽകാത്തത്, അതായത് ഈ ഒരു ഭരണസമിതി കഴിഞ്ഞ വർഷം, അതായത് അതിന് മുൻപത്തെ വർഷത്തെ ഭരണസമിതിക്ക് അംഗീകാരമില്ലാത്തതുകൊണ്ട് ഒരു സർവകലാശാല കലോത്സവം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭരണസമിതി 2 സർവകലാശാല കലോത്സവം നടത്തേണ്ടതില്ല. അടുത്ത അക്കാദമിക് വർഷം, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഭരണസമിതി അല്ലെങ്കിൽ യൂണിയൻ മാത്രം നടത്തിയാൽ മതി എന്നൊരു വാശി, അതായത് പിടിവാശി നടത്തുന്നു എന്നായിരുന്നു SFIയുടെ ആരോപണമുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് SFI യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടക്കം തൊട്ട് തന്നെ അക്രമാസക്തമായിരുന്നു. ബാരിക്കേഡുകൾ മറിച്ചിട്ട് അത് മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഗേറ്റ് തള്ളി തുറന്നായിരുന്നു SFI പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറിയത്. പിന്നീട് പോലീസുമായി ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി. പിന്നീട് രജിസ്ട്രാറുടെ മുറിക്ക് മുൻപിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസുമായി പലതവണയായി സംഘർഷമുണ്ടായിരുന്നു. ഒപ്പം പലതവണ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്ര കണ്ട് ഈ ഒരു പ്രവർത്തകരെ അകത്തേക്ക് കയറാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ. കാരണം പ്രവർത്തകർ ഇപ്പോൾ രജിസ്ട്രാറുടെ മുറിക്ക് മുൻപിൽ പ്രതിഷേധിക്കുകയാണ്. VC ഇവിടേക്ക് എത്തണം. VC ഇപ്പോൾ തൃശ്ശൂരാണുള്ളത്. VC-യുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. VC ഇവിടേക്ക് എത്തുന്നില്ല. ഒപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഈ ഒരു യൂണിയന് അവകാശപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു കുട്ടികളുടെ കലാപരമായും മറ്റും കായികപരമായ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്നില്ല എന്നടക്കമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന പ്രധാന വിഷയം. ഇതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്പോർട്സ് മീറ്റുകൾ, കായിക മത്സരങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രാ ഭത്ത, ട്രാവൽ അലവൻസ് അടക്കം നൽകുന്നില്ല. അതിൻ്റെ രേഖകൾ മുന്നോട്ട് നീങ്ങുന്നില്ല. ആ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നടക്കം ആരോപണങ്ങളുണ്ട്. ഇതിലെല്ലാം പ്രതിഷേധിച്ചാണ് SFI ഇപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കുന്നത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും ഇവിടെ തന്നെ തുടരുകയാണ്. VC ഇവിടേക്ക് എത്തണമെന്നാണ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. രഞ്ജിത്ത്, ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. SFI പ്രവർത്തകർ, വലിയ തോതിൽ പ്രവർത്തകരുടെ വലിയൊരു കൂട്ടമുണ്ട്. 100 SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ കോളേജുകളിൽ നിന്നുള്ള SFI പ്രവർത്തകർ അവിടെയുണ്ട്. സർവകലാശാല യുവജനോത്സവത്തിന് പണം അനുവദിക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസിൻ്റെ ബാരിക്കേഡുകളടക്കം ഭേദിച്ച് SFI പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ED-യുടെ സമൻസ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിയാണ് ED-യുടെ നീക്കം. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ജയറാം ഏതായാലും നമുക്കറിയാം അന്വേഷണവുമായി നേരത്തെ തന്നെ സഹകരിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ED-ക്കും ഈ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെ, പോറ്റി ജയറാമിൻ്റെ വീട്ടിലെത്തി, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ എത്തിച്ചു, അത്തരം കാര്യങ്ങളിലൊക്കെ വിശദാംശങ്ങൾ തേടും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വയ്ക്കുകയും ചെയ്ത ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിച്ച സംഭവം ജയറാം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണെന്നും തന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുമാണ് ജയറാം അന്ന് പ്രതികരിച്ചത്. ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നതിലാണ് ED-യുടെ പ്രധാനപ്പെട്ട അന്വേഷണം. ഇതിൽ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ED-യുടെ സമൻസ് ജയറാമിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സമൻസ് ലഭിച്ചത്. അടുത്ത ആഴ്ചയായിരിക്കും ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഇതിൽ 3 പേർ മാത്രമാണ് SIT-യുടെ പ്രതിപട്ടികയിലുള്ളത്. നിർമ്മാണ വേളയിൽ ശബരിമലയിലെ കട്ടിളപ്പാളികളിലും വാതിലുകളും പല സ്ഥലത്തും കൊണ്ടുപോയി പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പണവും വാങ്ങിയിട്ടുണ്ട്.
ശബരിമലയിലെ ഇത്തരം വിശേഷപ്പെട്ട വസ്തുക്കൾ വീട്ടിലെത്തിച്ചാൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞാണ് പൂജിച്ചത്. പോറ്റിയുമായുള്ള ചെന്നൈയിലെ പരിചയത്തിന്റെ പേരിലാണ് ശബരിമലയിലെ ഈ വസ്തുക്കൾ വീട്ടിൽ വെച്ച് പൂജ നടത്തിയത് എന്നാണ് SITക്ക് നൽകിയ മൊഴിയിൽ ജയറാം പറയുന്നത്. നേരത്തെ ജയറാമിനെ SIT സാക്ഷിയാക്കിയായിരുന്നു ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും ചോദ്യം ചെയ്യലിനായി ജയറാമിനെ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ശബരിമല കൊടിമര പുനർനിർമ്മാണം അന്വേഷിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITയിൽ CPM ഏജന്റുമാർ എന്നും സതീശൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്ത് എന്തായിക്കോട്ടെ ചെയ്തല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ല, 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരാളും വിവരം അറിഞ്ഞില്ല. അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ. SITയിൽ ആരാ ഉള്ളത്? SITയിലെ എല്ലാവരെയും കുറിച്ചല്ല, SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ട്, സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എന്താണെന്ന്? അവിടെ ആരുടെ ഏജന്റുമാർ അതിന്റെ അകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. അതുകൂടി എല്ലാവരും കൂടി വായിച്ചു നോക്കിക്കോട്ടെ. ശബരിമല കൊടിമര സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ കൃത്യമായ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വഴിപാടായി ലഭിച്ച സ്വർണത്തിന് രസീത് കൊടുക്കേണ്ട ജോലി പ്രസിഡന്റിനും മെമ്പർമാർക്കുമല്ല. പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി തീരുമാനത്തെ സന്തോഷത്തോടെ കാണുന്നുവെന്നും അജയ് തറയിൽ പറഞ്ഞു. അല്ല, ഇതിന് മറുപടി പറയേണ്ടത് അന്നത്തെ ഭരണസമിതി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിലും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായി നടപ്പാക്കിയത് അഡ്വക്കേറ്റ് കമ്മീഷണറും തിരുവാഭരണ കമ്മീഷണറും ചീഫ് ജസ്റ്റിസ് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഈ ഓർഡർ. 9161 ഗ്രാം സ്വർണം ആണ് അവർ സ്പോൺസർ ചെയ്യുന്നത്. ഇത് പരിപൂർണമായി ഈ പ്രക്രിയ നടക്കുന്നത് പമ്പയിൽ വെച്ചാണ്. അത് നേതൃത്വം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം വിജിലൻസ് ഓഫീസർ, ഇത്രയും പേരാണ് എല്ലാ ദിവസവും ആ സ്വർണം പൂശനിൽ അവിടെ ഉള്ളത്. അപ്പൊ അതിന് ഈ കണക്ക് എന്ന് പറയുന്നത് ഇത് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തത് ആ കണക്കാണ് ഞാൻ വായിക്കുന്നത്. ആ കണക്ക് പ്രകാരം 22/3/2017 കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്നും 9 കിലോ 161 ഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് പൈസ എന്ന് കസ്റ്റംസിന്റെ പ്യൂരിഫൈഡ് സ്വർണം വാങ്ങി. വിവിധ ഭക്തരിൽ നിന്നും 5/6/2017 80.490 കൊടിമരത്തിന്റെ പണിക്ക് 9 കിലോ 340.200 ഗ്രാം സ്വർണം ഉപയോഗിച്ചു. ബാക്കി വന്ന തങ്കം 232.80 ഗ്രാം, താഴെക്കൂടുതൽ ഉപയോഗിച്ചത് 116 ഗ്രാം. തങ്ക ഫോയിൽ ബാലൻസ് 6.230 ഗ്രാം, പണിക്കുറവ് 29.610 ഗ്രാം എന്ന് വന്നിട്ട് മഹസർ പകർപ്പ് 2 ബുക്ക്, ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടിയത് എവിടെയാണ് അവർ പറയട്ടെ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ്. ഇതുപോലെ ഒരു കണക്ക് ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആരും തന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല. അത്രയും പെർഫെക്റ്റായ ഒരു കാര്യത്തെക്കുറിച്ച് മിനിയന്നാൾ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശന്റെ ജാഥ, പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഓർഡറാണ് ഇട്ടിരിക്കുന്നത്. ഈ 412 ഗ്രാമിനേക്ക് അപ്പുറത്തേക്ക്
ഏത് ഭക്തനാണ് അവിടെ സ്വർണം തന്നത്? ഒരു സാങ്കേതികമായ കാര്യം പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോ പറയുന്നത് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന പമ്പയിൽ വെച്ച് വിജിലൻസ് ഓഫീസർ എന്തോ റെസീറ്റ് കൊടുത്തില്ല, തിരുവാഭരണ കമ്മീഷണർ റെസീറ്റ് കൊടുത്തില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി MP തുടങ്ങിയവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ കോൺഗ്രസ്. ആരോപണം ഉന്നയിച്ച CPM നേതാവ് ഉദയഭാനുവിനെതിരെ 1 കോടി രൂപയ്ക്ക് ആന്റോ ആന്റണി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാൻ SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മുഖ്യ പ്രചരണ വിഷയമാക്കും. ഈ വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് സോണിയാഗാന്ധിക്കൊപ്പം അടൂർ പ്രകാശും അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയും നിൽക്കുന്ന ചിത്രം ആദ്യം സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നതോടെയാണ് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ, അതോടൊപ്പം രാഷ്ട്രീയ പ്രചാരണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയർന്നു തുടങ്ങുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് സണ്ണി ജോസഫ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് മാറിയേക്കും. പകരക്കാരനായി ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവ മുഖമായി മധ്യകേരളത്തിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന നേതാവായ ആന്റോ ആന്റണിക്കാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷേ അതിന് പിന്നാലെയാണ് ആന്റോ ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് ആക്കം കൂടുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു തരത്തിലും പിന്നോട്ടില്ല. ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ഈ ആരോപണങ്ങളിൽ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുക, രാഷ്ട്രീയമായി തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന മറുപടിയാണ് ആന്റോ ആന്റണി നൽകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വീണ ജോർജിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറാകുന്നില്ല. കാത്തിരിക്കൂ എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് തന്റെ കയ്യിലും ചില ആയുധങ്ങളുണ്ട്, അത് പുറത്തു വരുമ്പോൾ എന്താണ് ഇതിലെ വസ്തുത എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന നിലപാടിലാണ് ആന്റോ ആന്റണി. അങ്ങനെയെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ വാക്പോരായി അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായി മാറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. CPMന്റെ സംസ്ഥാന നേതൃത്വമല്ല, CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ആദ്യം ആന്റോയ്ക്കെതിരെ നിലപാട് ഘടിപ്പിക്കുന്നത്. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വം വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം നിയമപരമായ നടപടികളുമായി അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയമായി ഏത് തരത്തിലാണ് ഇതിന് മറുപടി നൽകാൻ പോകുന്നത് എന്നതാണ് അറിയാനുള്ളത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് പരമാവധി നേട്ടം കൊയ്യുക എന്നതായിരുന്നു UDFന്റെ തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണം അവർക്ക് ലഭിച്ചതാണ്. അതിനെ ഏത് വിധേനയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് UDF കൺവീനർ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണത്തിന് CPM തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിൽ ഹൈക്കോടതി അന്വേഷണം നിർദ്ദേശിച്ചതോടെ കോൺഗ്രസും പ്രതിസന്ധിയിൽ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം പറഞ്ഞത്. 10 കിലോയിലധികം സ്വർണം പിരിച്ചു, 1/2 കിലോ കാണാനില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ VD സതീശന് മിണ്ടാട്ടമില്ല. കർണാടക കോൺഗ്രസിന്റെ പങ്കും അന്വേഷിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെ സ്വാഭാവിക ജാമ്യം തേടിയാണ് N വാസു കോടതിയെ സമീപിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ പ്രതിയാണ് ഗോവർദ്ധൻ. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും 20 വർഷമായി അയ്യപ്പ ഭക്തനാണെന്നുമായിരുന്നു വാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായ മലമ്പുഴയിൽ അപ്രതീക്ഷ നീക്കവുമായി UDF. VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന A സുരേഷിനെ മത്സരിപ്പിക്കാനാണ് നീക്കം. കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സമീപിച്ചിരുന്നതായി സുരേഷും ന്യൂസ് 18നോട് സമ്മതിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VSന്റെ മുൻ
പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന എ സുരേഷിനായി ഇപ്പോൾ UDF ചില ചരടുവലികൾ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. മലമ്പുഴ മണ്ഡലം നമുക്കറിയാം, CPM-ന്റെ LDF-ന്റെ കുത്തക മണ്ഡലമായ മലമ്പുഴയിൽ സുരേഷിനെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഇക്കാര്യം സുരേഷ് ന്യൂസ് 8 സ്ഥിരീകരിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് സംസാരിച്ചിരുന്നു, പക്ഷേ സമ്മതം അറിയിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ന്യൂസ് 8 പറഞ്ഞത്. കോൺഗ്രസിന്റെ ആരായിരുന്നു വന്നത്? സംസ്ഥാന ലീഡർഷിപ്പ്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അല്ല, അവരിങ്ങനെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അത് അങ്ങനെ ഒരു താല്പര്യം കൂടെ ഉണ്ടോ, മത്സരിക്കാനൊരു ഇതുവരെ തീരുമാനിച്ചില്ല. UDF സ്വതന്ത്രനായി സുരേഷിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ നേതൃത്വം താല്പര്യപ്പെടുന്നത് എന്നാണ് അറിയുന്നത്. ദീർഘകാലമായി നമുക്കറിയാം സുരേഷ് CPM-മായി അകന്നു നിൽക്കുകയാണ്. VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പാർട്ടി നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് എ സുരേഷ് എന്ന് നമുക്കറിയാം. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ഒട്ടും അടുപ്പത്തിലല്ല, പക്ഷെ അപ്പോഴും ഇടതുപക്ഷ ആശയധാര പിന്തുടരാൻ സുരേഷ് എപ്പോഴും മടിച്ചിരുന്നില്ല. അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും വിമർശനാത്മകമായി പാർട്ടിയുടെ നിലപാടുകളെ സമീപിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് എ സുരേഷ്. സുരേഷ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല, പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഇടതുപക്ഷ ആശയങ്ങൾ തന്നെ പിന്തുടരും എന്നാണ്. അതേസമയം സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട സമയത്ത് അക്കാര്യം പറയും എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ് അല്ലേ, പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഐഷ പോറ്റി വന്നു, നിങ്ങൾ അറിയിച്ചില്ലേ? ഐഷ പോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും, പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യത്തിൽ ഒരു പരിപാടി നടത്തില്ല. അതേസമയം എ സുരേഷ് അടക്കമുള്ള ആര് വന്നാലും പാർട്ടി സ്വീകരിക്കും എന്നാണ് അവിടുത്തെ DCC അധ്യക്ഷൻ ശ്രീ എ തങ്കപ്പൻ വ്യക്തമാക്കിയത്. അതേസമയം പാർട്ടി നേതൃത്വം DCCയോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നും തങ്കപ്പൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിന്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിയിൽ ആള് വരുന്നത് സന്തോഷമുള്ളൂ, ആര് വന്നാലും വിരോധമില്ല. ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല. പാർട്ടിക്കാര് അവർ KPCC നേതൃത്വത്തിൽ മറ്റ് സമിതിയൊക്കെ ഉണ്ട്, അവർ കണ്ടെത്തി ഇന്ന ആളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യും. സുരേഷ് വരികയാണെങ്കിൽ സ്വീകരിക്കും. ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയുകയുണ്ടായി. മലമ്പുഴ ഒരു ഇടതുകോട്ടയാണ്. ആ ഇടതുകോട്ടയിൽ സുരേഷിന് ഒരു വിള്ളലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അത് അത്തരമൊരു വാർത്തയെക്കുറിച്ച് കോൺഗ്രസിനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് UDF-കാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നോട് ചോദിക്കുന്നത് പാർട്ടി സംഘടനാപരമായ ഒരുപാട് നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളോട് വിശദീകരണം തരാൻ പോകുന്നില്ല. അവർ എല്ലാ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഒരു തരത്തിലും സാധിക്കില്ല. അത് വിചാരിച്ച് ആശങ്കപ്പെടേണ്ട. ഏതായാലും നമുക്കറിയാം CPM-ന്റെ കുത്തക മണ്ഡലമാണ് മലമ്പുഴ. സാക്ഷാൽ EK നയനാരും VS അച്യുതാനന്ദനും മത്സരിച്ച മണ്ഡലമാണ്. 2001 മുതൽ 2016 വരെ 4 തവണ VS മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ സുരേഷിൻ്റെ ശക്തമായ സജീവമായ സാന്നിധ്യം VS-നൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ഡലം ചിരപരിചിതമാണ് സുരേഷിന് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് സുരേഷിന് ഒരു സാധ്യത കൽപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ A പ്രഭാകരനായിരുന്നു അവിടെ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചത്. 20,000-ൽ പരം വോട്ടുകൾക്കാണ് പ്രഭാകരൻ അവിടെ ജയിക്കുകയും മറ്റും ചെയ്തത്. രണ്ടാം സ്ഥാനത്ത് അന്നെത്തിയത് BJP-യാണ്. BJP കൂടി വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് മലമ്പുഴ. കോൺഗ്രസിന് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അവിടെ യോഗം. അവിടെയാണ് സുരേഷിനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനെ, ഇടതുപക്ഷ സഹയാത്രികനെ പരീക്ഷിച്ച് ഒരു തരത്തിൽ വിജയമടക്കം ആഗ്രഹിക്കാൻ UDF ശ്രമിക്കുന്നത്. തുടർഭരണം ആപത്താണെന്ന നിലപാട് ആവർത്തിച്ച് വിശദീകരിച്ചും തന്നെ അപഹസിച്ച സൈബർ കൂട്ടങ്ങളെ പരിഹസിച്ചും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ താൻ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലാക്കണമെന്ന് ജാക്കോസ് റാൻസിയിൽ അടക്കമുള്ള
മാർക്സിസ്റ്റ് ചിന്തകരെ ഉദ്ധരിച്ച് ചൂണ്ടിക്കാട്ടുന്നു. സൈബർ ഇടങ്ങളിൽ തന്നെ ആക്രമിക്കുന്നവരെ വെർച്വൽ വിഡ്ഢികളെന്നും കുറിപ്പിൽ വിശേഷിപ്പിക്കുന്നു. അശോകൻ ചെരുവിലും കരിവള്ളൂർ മുരളിയും അടക്കമുള്ള ഇടത് സാംസ്കാരിക പ്രവർത്തകരും സൈബർ പോരാളികളും സച്ചിദാനന്ദനെ വ്യക്തിപരമായി അടക്കം കടന്നാക്രമിക്കുമ്പോഴും ഭയപ്പെട്ട പ്രതികരണമാണ് CPM നേതാക്കൾ നടത്തിയത്. സാംസ്കാരിക നായകരുടെ വിമർശനം ഞങ്ങൾ നന്നാവാൻ വേണ്ടിയുള്ളതാണ് എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അവർ നമ്മളോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ നന്നാവണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. ആ നന്നാക്കാൻ വേണ്ടിയുള്ള പണിയായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ നന്നാക്കാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നന്നാവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അവസരമായി കാണുന്നുവെന്നും തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഒരിക്കൽ ഭരിച്ചാൽ പിന്നെ അടുത്തോണം മാറി നിൽക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ജനാധിപത്യ തത്വമെങ്കിൽ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. LDFും UDFും മാറി മാറി അങ്ങ് ഭരിച്ചാൽ പോരെ. ആ തെരഞ്ഞെടുപ്പിന്റെ ചെലവൊക്കെ ഒഴിവാകും, ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കേണ്ട. തിരുത്തേണ്ടത് തിരുത്തും. അതാര് ചൂണ്ടിക്കാണിച്ചാലും തുറന്ന മനസ്സോടെ ഞങ്ങൾ പരിശോധിക്കും. അപ്പൊ ആ രീതിയിലെ ഈ വിമർശനത്താണ് കാണുന്നുള്ളൂ. കാണിച്ചോട്ടെ, തിരുത്തണം. അതല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അതല്ലേ ഞങ്ങളുടെ പ്രമേയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ടെന്ന് ജനങ്ങൾക്കുണ്ട്. അവർ തെറ്റുകൾ പറയും, ചൂണ്ടിക്കാണിക്കും, വിമർശനങ്ങൾ പറയും. അത് നമ്മൾ പരിശോധിച്ച് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. പിണറായി സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകരെ സർക്കാരിനെതിരാക്കിയത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്, അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ് തീവ്ര വലതുപക്ഷ രീതിയിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ 3 പ്രതികൾ മാത്രമാണ് പിടിയിലായത്. 3 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുകയാണ്. ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഇതുവരെ 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. 6 പേരാണ് സംഭവത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ 3 പേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. 1-ാം പ്രതി മരണസുബിനും ബെർലിൻ ദാസ്, ഒപ്പം ഇന്നലെ പിടിയിലായ വരുൺകുമാർ എന്നിവരെയാണ് ഇതുവരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ സുബിനും ഒപ്പം ഈ ബെർലിൻ ദാസും റിമാൻഡിലാണ്. എന്തായാലും ഇന്നലെ പിടിയിലായ വരുൺകുമാറിൽ നിന്നും നിർണായകമായ ചില വിവരങ്ങൾ ഒളിവിലുള്ള പ്രതികളെക്കുറിച്ച് പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കായുള്ള തിരച്ചിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. കാരണം 1-ാം തീയതി നടന്നൊരു സംഭവമാണ്. അതിനുശേഷം 2-ാം തീയതിയാണ് കേസെടുക്കുന്നത്. കേസെടുത്തതിന് ശേഷം പ്രതികളെ പിടികൂടാൻ വൈകുന്നത് പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ ഗുണ്ടകളും പോലീസും തമ്മിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം കൂടി ആദ്യഘട്ടത്തിൽ തന്നെ, കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ അത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ആരോപണം ഉള്ള സാഹചര്യത്തിൽ ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് വലിയ രീതിയിൽ ഈ ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ചില ബന്ധമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, പോലീസ് ചില ആളുകൾ തിരുവല്ലയിൽ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളുമായി ചില ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് മാസപ്പടി വാങ്ങിയെന്നുള്ള ആരോപണമുണ്ട്. ഇതൊക്കെ സമഗ്രമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ പ്രതിയായ സുബിനും അതുപോലെ തന്നെ ബെർലിൻ ദാസുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. പിന്നീട് ആണ് ഇന്നലെ വരുൺകുമാർ അറസ്റ്റിലായത്. വരുൺകുമാറിനെ ആലുവയിൽ നിന്നാണ് ഇന്നലെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. നിർണായകമായ ചോദ്യം ചെയ്യൽ നടക്കുന്ന അയാളിൽ നിന്നും ഈ ഒളിവിൽ പോയ ആളുകളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 11ഓളം കേസിലെ കാപ്പ കേസ് അടക്കം ഉള്ള കേസുകളിലെ പ്രതിയാണ് 1-ാം പ്രതിയായ സുബിൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പ്രതി. ആ പ്രതിയെക്കുറിച്ചും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ട്. കാരണം തിരുവല്ലയിൽ പല തവണകളായി ഇങ്ങനെ ആളുകളെ നിർബന്ധിച്ച് സ്ഥാപനങ്ങളിൽ നിന്നും പണപ്പിരിവ് ഈ ഗുണ്ടകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കെതിരെ പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം കൂടി വിമർശനമുണ്ട്. എന്തായാലും ഈ 6 പ്രതികളും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ആളുകൾക്ക് പിടികൂടുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോൾ ഒരു
ആളുകളുടെ പൊതുജന അഭിപ്രായം ഉയരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് പോലീസും പ്രതികളും തമ്മിൽ ചില ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അതേസമയം പോലീസ് കൃത്യമായി ഈ കേസിൽ ഇടപെടുകയും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഈ കേസ് ഈ ബലാത്സംഗത്തിനിരയായ അതിജീവിത പരാതി നൽകിയിരുന്നില്ല. പോലീസ് സ്വമേധയാ ഈ കേസ് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേന കണ്ടെത്തിക്കൊണ്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ആ കേസെടുത്ത ഉടൻ തന്നെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അതേസമയം മറ്റ് ആരോപണങ്ങൾ, അതായത് സ്ഥാപന ഉടമ ഉന്നയിച്ച ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരമൊരു അറിവ് നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് പോലീസും ഗുണ്ടകളും തമ്മിൽ ചില ബന്ധമുണ്ടെന്നുള്ള കാര്യങ്ങളുള്ള ആരോപണം മാത്രമാണ്. അത്തരത്തിൽ ഗുണ്ടകളും പോലീസും തമ്മിൽ ബന്ധമില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ 3 പ്രതികളെ കൂടി ഉടൻ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനം വിട്ടെന്നുള്ള സൂചനയുണ്ട്. എന്തായാലും അതനുസരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കൃത്യമായ രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന 17 സ്പാകൾക്ക് നോട്ടീസ് നൽകി നഗരസഭ ആരോഗ്യ വിഭാഗം. രേഖകൾ ഹാജരാക്കാൻ സാവകാശം നൽകി. ഇല്ലാത്ത പക്ഷം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിക്കുന്ന സ്പാകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തുന്ന പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി നടത്തിയ പരിശോധനയിൽ 17 സ്ഥാപനങ്ങൾക്ക് ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് കൃത്യമായ രേഖകൾ പരിശോധനയുടെ സമയത്ത് ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ നോട്ടീസ് നൽകിക്കൊണ്ട് സാവകാശം നൽകിയിരിക്കുകയാണ്. ഇത്രയും സമയം, അതായത് നോട്ടീസ് പ്രകാരം ഉള്ള കാലപരിധിക്കുള്ളിൽ ഈ കൃത്യമായ രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ ഈ സ്പാകൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള കർശന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഈ ഒരു റെയ്ഡുകൾ അല്ലെങ്കിൽ പരിശോധനകൾ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോർഡുകൾ വെച്ചുകൊണ്ട് സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം ഈ ഒരു പല മേഖലകളിൽ IT ഹബ്ബായ കഴക്കൂട്ടം മേഖലകളിലടക്കം പല സ്ഥലങ്ങളിലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചടക്കം സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കൃത്യമായ യാതൊരു രേഖകളോ ഇല്ലാതെ അനാശാസ്യ പ്രവർത്തനങ്ങളും മറ്റും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതും ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ അറിവിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. പക്ഷേ അവരിലേക്ക് എത്താനുള്ളൊരു സമയം, അതായത് കൃത്യമായ തെളിവുകളോടുകൂടി പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇവരിലേക്ക് എത്താനുള്ളൊരു സാവകാശം കൂടിയാണ് ഇപ്പോൾ നഗരസഭ എടുക്കുന്നത്. ഈ ഒരു കൃത്യമായ സ്ഥാപനങ്ങളുടെ പരിശോധന അവസാനിച്ചതിന് ശേഷം വീണ്ടും സ്ഥാപനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് അനാശാസ്യ പ്രവർത്തനങ്ങളോ മറ്റ് ലഹരി ഇടപാടുകളോ ഇടപാടുകൾ അടക്കം നടക്കുന്നുണ്ടോ എന്ന കൃത്യമായ പരിശോധനയും നിരീക്ഷണവും ഉണ്ടാവും ഈ ഒരു നഗരസഭയുടെ ഭാഗത്തു നിന്നും. അതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ആരോഗ്യ വിഭാഗവും ഒപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലും പരിശോധനകൾ തുടരുമെന്നാണ് നഗരസഭയിൽ നിന്നും അറിയിക്കുന്നത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ ഇന്നലെയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്ന ഇവർ സുഹൃത്തിനൊപ്പമാണ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സന്ദേശ് എന്ന് പറയുന്ന ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നലെയാണ് ചൂരിയിലെ ആസാദ് നഗർ എന്ന് പറയുന്ന വാടക ക്വാർട്ടേഴ്സിൽ ചിന്നുപാപ്പയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സുഹൃത്ത് നിരന്തരം ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇതിനൊരു വ്യക്തത വരൂ. ഏതായാലും വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. പിതാവ് ഗംഗാധരൻ ഇത് സംബന്ധിച്ച് പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ആത്മഹത്യയിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിൽ വിശദമായ
വിശദമായ ഒരു അന്വേഷണത്തിനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ടൗൺ പോലീസാണ് സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഈ രേഷ്മ എന്ന ചിന്നുപാപ്പു കാസർഗോഡൻ തനത് ശൈലിയിൽ ഉള്ള വ്ളോഗ് നടത്തുന്ന ആളാണ്. ഇവരുടെ ഇത്തരത്തിലുള്ള മരണം വലിയ ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു വാടക ക്വാർട്ടേഴ്സിലെ ഈ മുറിയിൽ ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതിൽ കാണപ്പെട്ടത്. വിവാഹ മോചന കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടായിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷേ ഇവർ ആരോടും ഇത് പങ്കുവച്ചിരുന്നില്ല. ഇവരുടെ വീഡിയോകളെല്ലാം വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. 4 വയസ്സുള്ള ഒരു മകനുണ്ട്. 24 വയസ്സാണ് രേഷ്മയ്ക്ക്. എന്തായാലും ഈ പ്രേമവിവാഹമായിരുന്നു ഇവരുടെ നേരത്തേത്. അത് വലിയ തോതിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അത് ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇവരുടെ കുടുംബ വീട്ടിൽ നിന്നും മാറി ഇത്തരത്തിൽ കാസർഗോഡ് നഗരത്തിലുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സാഹചര്യമുണ്ടായത്. ഏതായാലും സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുടെ വ്ളോഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ഇവരും ഈ ആൺസുഹൃത്തും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആൺസുഹൃത്തിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടക്കുന്നത്. ഇത് സുഹൃത്തുക്കളുടെയും ഒപ്പം കുടുംബത്തിൻ്റെയും മൊഴി ഇതോടൊപ്പം പോലീസ് രേഖപ്പെടുത്തും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരൂ. അതിന് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ പ്രാഥമികമായൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമായിരിക്കും പോലീസിൻ്റെ കൂടുതൽ വ്യാപകമായുള്ള അന്വേഷണം നടക്കുക. അതിനു മുമ്പ് ഈ ആൺസുഹൃത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നതാണ് പോലീസ് നൽകുന്ന വിവരം. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ചോറ്റാനിക്കരയിലെ 16 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ വിമർശനവുമായി അധ്യാപകൻ. കേസ് പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അധ്യാപകൻ ബിജു KS. പെൺകുട്ടിക്ക് കൊറിയൻ ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ മറ്റ് ഒരുപാട് കുട്ടികൾ കൊറിയൻ ഭ്രമത്തിൽ വീണിട്ടുണ്ട്. അവരെ ബോധവൽക്കരിക്കണമെന്നും അധ്യാപകൻ ആവശ്യപ്പെട്ടു. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാനത് ആദ്യത്തെ ദിവസം തന്നെ ഈ കുട്ടി മരിച്ച 27-ാം തീയതി തന്നെ അത് അങ്ങനെ ഒരാളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാനത് ഞങ്ങളുടെ കൂടെ ഉള്ള സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ അത്തരത്തിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവർ തന്നെ അവരുടെ മെയിൻ അക്കൗണ്ടിൽ പോയി കമൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരു മെയിൻ അക്കൗണ്ട് ഉണ്ടാവും. ആ മെയിൻ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ഫേക്ക് അക്കൗണ്ട് പോയിട്ട് അതിനകത്ത് പോയിട്ട് കമൻ്റ് ഇടും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ നമുക്കറിയാം. കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മൾ പ്രായമായവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അങ്ങനെ ഒരു സാധ്യത. ഇപ്പോൾ കൊറിയയിൽ ഒരാൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നും ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഉള്ളതാണ് ഞാനൊക്കെ അന്നെടുത്തൊരു സ്റ്റാൻഡ്. സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. തവനൂർ സീറ്റ് ലീഗിന് നൽകുന്നതിനെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം. സീറ്റ് ലീഗിന് നൽകരുതെന്ന് KPC ജനറൽ സെക്രട്ടറി PT അജയമോഹൻ ആവശ്യപ്പെട്ടു. തവനൂരിലും പൊന്നാനിയിലും സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PT അജയമോഹൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 2 സീറ്റുകളാണ് തവനൂരിലെയും പൊന്നാനിയിലെയും. ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഈ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ തന്നെ നിരവധി പേരുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് KPC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ UDF ചെയർമാനുമായ PT അജയമോഹൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ടതാകുന്നത്. ഇവിടെ പ്രാദേശികമായിട്ടുള്ളവരെ പരിഗണിക്കണമെന്നൊരു വികാരം ഈ മേഖലയിലെ പ്രവർത്തകർക്കുണ്ട്. അത് നേതൃത്വം മനസ്സിലാക്കുമെന്നാണ് അദ്ദേഹം പരോക്ഷമായിട്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. പ്രത്യേകിച്ച് PT അജയമോഹൻ 2 തവണ പൊന്നാനി മത്സരിച്ച് എങ്കിലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം ഇത്തവണയും മത്സരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ പൊന്നാനിയിൽ ഇതിനോടകം തന്നെ KP നൗഷാദ് അലി അവിടെ പ്രവർത്തനം സജീവമാക്കിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കെയാണ് PT അജയമോഹൻ്റെ ഈ ഒരു വാക്കുകൾ വരുന്നത്. പ്രാദേശികമായിട്ടുള്ളവരെ പരിഗണിക്കണം എന്നൊരു വികാരം പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത്. അത് ഒന്നുകിൽ തനിക്ക് പൊന്നാനി പരിഗണനയില്ലെങ്കിൽ തവനൂരിലേക്ക് തന്നെ പരിഗണിക്കണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് പൊന്നാനിയിൽ തവനൂരിലും 2 ഇടങ്ങളിലും ഉള്ള പ്രവർത്തകർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ളവർ ഇവിടേക്ക് വരാനുള്ള സാധ്യത മുൻനിർത്തി തന്നെയാണ് അജയമോഹൻ്റെ വാക്കുകൾ എന്ന് വേണം കരുതുവാൻ.
അതുപോലെ തന്നെ ഈ തവനൂർ സീറ്റ് ലീഗുമായി വെച്ചുമാറുന്നതിനെ സംബന്ധിച്ചും വലിയ ഒരു എതിർപ്പ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. അത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ് പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല ആകെ 4 സീറ്റിലെ മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട സീറ്റാണ് തവനൂർ. അത് വിട്ടുകൊടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം കുറയ്ക്കാൻ വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അത്തരത്തിലൊരു സീറ്റ് വെച്ചുമാറുന്നതിനോട് യോജിക്കാനാകില്ല എന്ന നിലപാടാണ് അജയ് മോഹൻ പങ്കുവച്ചത്. എന്നിരുന്നാൽ തന്നെയും ഈ 2 സീറ്റുകളെ സംബന്ധിച്ച് നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അംഗീകരിക്കുമെന്ന് അജയ് മോഹൻ പറയുമ്പോൾ ഒരുപക്ഷെ സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ വന്നാലും നൌഷാദ് അലി പൊന്നാനി സ്ഥാനാർത്ഥിയായാലും അർഹിക്കുന്നൊരു പ്രാധാന്യം, പരിഗണന അദ്ദേഹത്തിന് ലഭിക്കണമെന്നൊരു കാര്യം കൂടി പറയാതെ പറയുകയാണ് VT അജയ് മോഹൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വരാനുള്ള സാധ്യത ഇവിടെ പങ്കുവയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം വാക്കുകളിലൂടെ. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭ. സർക്കാർ നടപടികളിൽ വ്യക്തതയില്ലെന്നാണ് വിമർശനം. റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും നടപ്പാക്കിയെന്ന് പറയുമ്പോഴും അതെന്തെന്ന് സമുദായത്തിന് പോലും അറിയില്ല. നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം. വരും തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം പ്രതിഫലിക്കുമെന്നും ലത്തീൻ സഭ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സഭയ്ക്ക്, പ്രത്യേകിച്ച് സമുദായത്തിന്, ലത്തീൻ സമുദായത്തിന് രാഷ്ട്രീയ പാർട്ടികളോടടക്കം എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടോ? സഭാപ്രതിനിധികൾ പരിഗണിക്കപ്പെടണം, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം KRLCCയുടെ രാഷ്ട്രീയ നയമാണ് നമ്മുടെ 12 ലാറ്റിൻ ഡയസിന്റെയും നയം എന്ന് പറയുന്നത്. ഞാൻ വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചെയർമാനാണ്. ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ സമദൂരം എന്നുള്ളതിന് മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നിലവിലുള്ള ഭരിക്കുന്ന പാർട്ടിയോടല്ലേ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. ഭരണത്തിലില്ലാത്ത പാർട്ടിയോട് ഇപ്പം എന്തെങ്കിലും നമുക്ക് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ സമുദായം ഒന്നടങ്കം ചോദിക്കുന്നത്, സമുദായത്തിലെ സംഘടനകൾ ഉൾപ്പെടെ ചോദിക്കുന്നത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. അത് ക്രൈസ്തവ സമൂഹത്തിന്റെ വിഷയങ്ങൾ പഠിച്ച ഒരു കമ്മീഷനാണ്. അത് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ എന്താണെന്നൊന്ന് പുറത്തു വിടുന്നതിന് എന്താണ് ഇത്ര വിഷമം എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. നമ്മളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ഇത്ര ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടിയാണോ നടപ്പാക്കേണ്ടത് അവരറിയാതെ നടപ്പാക്കി എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ കേരളത്തിലെ തീരദേശങ്ങളിൽ പ്രധാനമായിട്ട് അധിവസിക്കുന്ന ഒരു സമൂഹമാണ് ലത്തീൻ കത്തോലിക്ക സമൂഹം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് സർക്കാരിന് മുൻപിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപിൽ സമുദായം നേരിടുന്ന അല്ലെങ്കിൽ ഈ പ്രദേശം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഈ പ്രശ്നങ്ങളോട് ഏത് വിധത്തിലാണ് ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കുന്നത്? ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് KRLCC ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇതിനകം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് സ്വാഭാവികമായ രീതികളിലൂടെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയായിരിക്കും സമുദായം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത്. പാർട്ടികളോട് നേരിട്ട് ചർച്ച നടത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ഇതുവരെ ചർച്ചകൾ നടത്തിയിട്ടില്ല. അതിന് സമയമാവുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തിരക്കിലാണ്. പക്ഷെ ഉചിതമായ സമയത്ത് അത്തരം ആവശ്യങ്ങൾ രേഖാമൂലം സംവിധാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നേരിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകളടക്കം നടപ്പാക്കാത്തതിനെ തുടർന്നാണ് ലത്തീൻ സഭ ഒരു നിലപാടിലേക്ക് മാറുന്നത്. സർക്കാരിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ലത്തീൻ സഭ അവരുടെ ഒരു നിലപാടെടുക്കുന്നത്. പ്രധാനമായും തന്നെയും എന്തുകൊണ്ട് ഈ ശുപാർശകൾ നടപ്പാക്കിയെന്ന് സർക്കാർ ഒരു ഭാഗത്ത് അവകാശപ്പെടുമ്പോഴും അത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് സഭ പറയുന്നത്. സമുദായ അംഗങ്ങൾക്ക് യാതൊരു രീതിയിലും അവരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ, പക്ഷേ ഒരു രീതിയിലും അത് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ലത്തീൻ സഭ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിൽ 202ഓളം ശുപാർശകൾ നടപ്പാക്കിയെന്ന മന്ത്രി ഒരു ഭാഗത്ത് പറയുമ്പോൾ പോലും അത് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നില്ല. ഈ പറയുന്ന നടപടിക്രമങ്ങളിൽ യാതൊരു രീതിയിലുള്ള സുതാര്യതയുമില്ല എന്നാണ് വരാപ്പുഴ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതിയും ഒപ്പം തന്നെ KRLCCയും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തുന്നത്. ഈ രീതിയിലേക്ക്
മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ടതായ, തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ അത് തങ്ങൾക്ക് നഷ്ടമാവുകയാണ്. ഇതിന് ആനുപാതികമായി അനുകൂലമായി നിലപാടെടുക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ എന്ത് നിലപാടെടുത്തു എന്നത് ഇതുവരെയും വ്യക്തമല്ല എന്നതാണ് സഭ പറയുന്നത്. തീർച്ചയായും ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ സഭയുടെ ലത്തീൻ സമുദായത്തിൻ്റെ ഒരു നിലപാട് തന്നെയായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് സഭ മുന്നറിയിപ്പ് നൽകുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ കുറച്ചുകൂടി അനുഭാവപൂർണമായ നിലപാട് സമുദായത്തോടെടുത്തത് UDF ആണ്. കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് അവസരം തന്നതും UDF ആണ് എന്നതുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവിലും പല കാലങ്ങളിലായി ലത്തീൻ സമുദായം UDFനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ കൂടിയും ചിലപ്പോഴെങ്കിലും അതിന് മാറ്റം വരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകൾ പ്രകടമാണ്. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി പറയുന്നത് ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ അടക്കമുള്ള സഭയുടെ ലത്തീൻ സമുദായത്തിൻ്റെ അതൊരു ഇഷ്ടക്കേട് തന്നെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് ഒരു പ്രാതിനിധ്യം പല മേഖലകളിലും സഭയ്ക്ക് കൊല്ലവും അതോടൊപ്പം തന്നെ കൊച്ചിയും ആലപ്പുഴയും തിരുവനന്തപുരവും പോലുള്ള മേഖലകൾ സഭയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളുള്ളതാണ്. അവിടെയെല്ലാം അതിന് ആനുപാതികമായ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യ സ്വഭാവം നൽകണമെന്ന് തന്നെ പറയുന്നു. അത് പൊതുവിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോടുള്ള സഭയുടെ ഒരു തുറന്നു പറച്ചിലാണ്. അതിൽ ആരൊക്കെയാണ് ഇതിന് അനുകൂലമായി പ്രതികരിക്കുന്നത് അവരോടൊപ്പമായിരിക്കും സഭ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നീങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുമ്പോൾ സഭ അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പരോക്ഷമായി പറയുകയും ചെയ്യുന്നത്. മലപ്പുറം ജില്ലാ വിഭജനം, പെരുന്നാൾ അവധി തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരാണ് മറുപടി പറയേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാഥയിലെല്ലാം പറയേണ്ടതല്ല, സാംസ്കാരിക നായകർ പറയുന്നത് ഞങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്. MV ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞു. അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതോടെ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഞായറാഴ്ച കൊളംബോയിൽ ഏറ്റുമുട്ടും. സൗഹൃദ രാജ്യങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ച് ഇന്ത്യക്കെതിരെ കളിക്കാൻ പാക് ടീമിന് അനുമതി നൽകുന്നുവെന്നാണ് സർക്കാരിന്റെ പ്രതികരണം. ഈ മാസം 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് നേരിട്ടെത്തിയാണ് പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഈ ICC T20 ലോകകപ്പ് കളിക്കില്ല എന്നുള്ളത്. എന്നാൽ ആ തീരുമാനം എന്തായിരുന്നു കാരണം? ബംഗ്ലാദേശിനോടുള്ള ഐക്യദാർഢ്യം. ബംഗ്ലാദേശ് ഇത്തവണത്തെ T20 ലോകകപ്പ് കളിക്കുന്നില്ല അല്ലെങ്കിൽ കളിപ്പിക്കില്ല എന്ന ICC തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യക്കെതിരെ കളിക്കാൻ ഞങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനെ അനുനയിപ്പിക്കാൻ വേണ്ടി ICC പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഒരു തരത്തിലും ഫലം കണ്ടില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ലാഹോറിൽ വെച്ച് ICCയുടെ 2 പ്രതിനിധികളും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആദ്യം മീഡിയ പ്രസ് റിലീസായിട്ട് എത്തിയത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡാണ്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആദ്യം പുറത്തുവിട്ട കാര്യം ബംഗ്ലാദേശും ICCയും തമ്മിലുള്ള പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അത് കാരണം കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കാതെ ഇരിക്കരുത്, പാകിസ്ഥാൻ ഇന്ത്യ മത്സരം നടക്കണം എന്നത് ബംഗ്ലാദേശ് ആദ്യമായി തുറന്നു പറയുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അവരുടെ തീരുമാനം വ്യക്തമാക്കുന്നതും 15-ാം തീയതി ഇന്ത്യക്കെതിരെ കൊളംബോയിൽ വെച്ച് കളിക്കാനുള്ള സമ്മതം മൂളുകയും ചെയ്യുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ അവരെടുത്തിരുന്ന നിലപാട് കർശനമെന്ന് അവർ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആ നിലപാടിൽ നിന്നും മലക്കം അറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. 15-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കും. ICC മുന്നോട്ട് വെച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പാകിസ്ഥാൻ ഈ മത്സരം ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രത്യാഘാതം പാകിസ്ഥാൻ നേരിടേണ്ടി വരും. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, പാകിസ്ഥാൻ ഭീകരമായ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് തൽക്കാലത്തേക്ക് അഫോർഡ് ചെയ്യാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കഴിയില്ല എന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളിയായിട്ട് എത്ര നാൾക്ക് വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വെല്ലുവിളി ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ നിലപാടിൽ നിന്നും മാറുന്നത്. 2, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഹസ്തദാനം നടത്തണം എന്നതാണ് അവരുടെ ആവശ്യം. എന്നാൽ ആ നടപടിയുമായി 15-ാം തീയതി ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. 15-ാം തീയതി ഗ്രൗണ്ടിൽ ഇപ്പോൾ ഹസ്തദാനവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ അണ്ടർ-19 മത്സരത്തിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൽ ഹസ്തദാനം ഉണ്ടായിരുന്നില്ല. മത്സരത്തിന് ശേഷവും ഉണ്ടായിരുന്നില്ല, ടോസ് സമയത്തും ഉണ്ടായിരുന്നില്ല. ഇത്തവണ 15-ാം തീയതി അത് ഉണ്ടാകുമോ? പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മുന്നോട്ട് വെച്ച് ഈ ആവശ്യം അംഗീകരിക്കുമോ എന്നതും കൂടി ഉറ്റുനോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മത്സരത്തിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരും. ICC-യിലുള്ള അടുത്ത ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ പാകിസ്ഥാനെ ബഹിഷ്കരിക്കേണ്ടി വരുമെന്നുള്ള നിലപാടും കൂടി എടുത്തു കഴിയുകയാണെങ്കിൽ അതൊക്കെ വലിയ നഷ്ടത്തിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മാറുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ തീരുമാനത്തിൽ നിന്നെല്ലാം മാറി അവരുടെ നിലപാടിൽ നിന്നെല്ലാം മലക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 15-ാം തീയതി ഇന്ത്യക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ കളിക്കാൻ തയ്യാറാണ് എന്നതും കൂടി അറിയിച്ചിരിക്കുന്നത്. പിണറായി 3.0 എന്ന് കേൾക്കുമ്പോൾ ജനം തലയിൽ കൈവെക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാരിന് തീവ്ര വലതുപക്ഷ നിലപാടാണ്. അതാണ് ഇടത് സാംസ്കാരിക പ്രവർത്തകരെ സർക്കാരിന് എതിരാക്കിയതെന്നും സതീശൻ പറഞ്ഞു. നെല്ലു സംഭരണ ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനം പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് മന്ത്രി പി പ്രസാദ്. കത്തിലെ പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കേന്ദ്രം ഇത്തരം കത്തുകൾ അയക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്രത്തിന് കൃഷിവകുപ്പ് കത്തയച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ കണ്ണൂരിൽ പോസ്റ്റർ യുദ്ധം തുടരുന്നു. കാരയിലെ സഖാക്കളുടെ പേരിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിന് പിന്നാലെയാണ് പയ്യന്നൂർ സഖാക്കളുടെ പേരിൽ ബോർഡ് ഉയർന്നത്. പയ്യന്നൂർ സൂര്യമുക്കിലാണ് ഒറ്റുകാരുടേതല്ല പോരാളികളുടേതാണ് ചരിത്രമെന്ന് ഫ്ലക്സ് സ്ഥാപിച്ചത്. പയ്യന്നൂർ സഖാക്കളുടെ പേരിലാണ് ഫ്ലക്സ്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഫെബ്രുവരി 13 മുതൽ 16 വരെ മണ്ഡലത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തുന്നുണ്ട്. ഈ ജാഥയ്ക്കെതിരെയാണ് പുതിയ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. വയനാട് മാനന്തവാടി നഗരസഭയിൽ DYFIയുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് മാനന്തവാടി നഗരസഭയുടെ പേരിൽ അഭിവാദ്യമർപ്പിച്ച് ബാനറും പോസ്റ്ററും വെച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മാനന്തവാടിയിലെ നഗരസഭയുടെ പേരിൽ മാനന്തവാടി പട്ടണം നിറച്ചും ബോർഡ് വെച്ചിരിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് ഔദ്യോഗികമായി ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ആശംസകളോടെ മാനന്തവാടി നഗരസഭ, അതും നഗരസഭയുടെ പാനലിൽ ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ടൗൺ ആകമാനം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡിൻ്റെ അകത്ത് വളരെ കൃത്യമായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നമുണ്ട്, കോൺഗ്രസിന്റെ കൊടിയുണ്ട്, മുസ്ലിം ലീഗിന്റെ ചിഹ്നമുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് UDFന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡാണ് മാനന്തവാടി പട്ടണം നിറച്ചുള്ളത്. ഞങ്ങളിപ്പോൾ എണ്ണിയപ്പോൾ തന്നെ ഏതാണ്ട് 11 ബോർഡുകൾ ഞങ്ങൾ കണ്ടു. അതിനപ്പുറത്തേക്ക് എത്ര ഉണ്ടെന്ന് അറിയില്ല. 11 ബോർഡ് ഈ കാണുന്ന എരുമത്തെരുവ് തൊട്ട് ബസ് സ്റ്റാൻഡ് വരെയുള്ള സ്ഥലത്ത് 11 ബോർഡുകൾ കാണാൻ വേണ്ടി കഴിയും. നഗരസഭാ സെക്രട്ടറിയെ വിളിച്ച സമയത്ത് നഗരസഭാ സെക്രട്ടറി പറയുന്നത് ചെയർമാൻ വെച്ചതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ചെയർമാന് സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ കഴിയുന്നതാണോ മാനന്തവാടി നഗരസഭയുടെ പേര്? ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇങ്ങനെ രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക? മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ട് ഒരു ആലോചന നടത്തേണ്ടതുണ്ട്. ഇതുപോലുള്ളൊരു നഗരസഭ, മാനന്തവാടിയിലെ പോലുള്ളൊരു നഗരസഭ, കുത്തഴിഞ്ഞ രൂപത്തിൽ കഴിഞ്ഞ കാലം അത്രയും പ്രവർത്തിച്ച ഒരു നഗരസഭ, ഇപ്പം നാട്ടിൽ ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടന്നു. ആ കലോത്സവത്തിൽ ജയിച്ച ഒരു കുട്ടീന്റെ ഫോട്ടോ പോലും ഒരു ഫ്ലക്സ് അടിച്ച് അങ്ങാടിയിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാനന്തവാടിയിൽ നിന്ന് നിരവധിയായ ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ വിജയിച്ചു വന്നു. പക്ഷെ ഒരു ഫ്ലക്സ് പോലും മാനന്തവാടി നഗരസഭ വെച്ചിട്ടില്ല. നേരെ മറിച്ച് UDFന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സുകൾ ടൗൺ എമ്പാടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ഒരു കാരണവശാലും നഗരസഭക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല, കോൺഗ്രസിന് തോന്നുന്നത് പോലെ, ലീഗിന് തോന്നുന്നത് പോലെ ഉപയോഗിക്കാനുള്ളതല്ല മാനന്തവാടി നഗരസഭയുടെ പേര് എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രതിഷേധം DYFI ഉയർത്തിക്കൊണ്ടുവരും. കണ്ണൂർ പയ്യന്നൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പയ്യാവൂർ സ്വദേശി ജീവനെ പരിയാരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂർ കോക്കോട്ട് വരരുചിമംഗലം ക്ഷേത്രമതിലിനാണ് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചത്. താമരശ്ശേരി ചുരത്തിൽ KSRTC ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ബസ് യാത്രക്കാരായ 24 പേർക്ക് പരിക്ക് പറ്റി. 22 പേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചുരത്തിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചുരം 6-7 വളവുകൾക്കിടയിലാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. ചുരം ഇറങ്ങി വരുന്ന ബസ്സും എതിർദിശയിൽ പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ബസ്സിൽ നിന്നും ബാറ്ററിയും CCTVയും മോഷ്ടിച്ചതായി പരാതി. KBT ബസ്സിലാണ് മോഷണം. രാത്രി നിർത്തിയിട്ട ശേഷം രാവിലെ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തിരുവമ്പാടി പോലീസ് കേസെടുത്തു.
പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപം ട്രാൻസ്ഫോർമറിൽ നിന്ന് ഷോക്കേറ്റ മയിലിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. അബോധാവസ്ഥയിലായ മയിലിനെ CPR നൽകുകയായിരുന്നു. പരിശോധനയിൽ മറ്റു കുഴപ്പങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായി വെറ്റിനറി ഡോക്ടർ അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,475, പവന് 1,15,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,965, പവന് 95,720. വെള്ളി ഗ്രാമിന് 290, കിലോയ്ക്ക് 22,90,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 2 മണി വാർത്തയിലേക്കാണ് ഇനിയും. പകൽ വാർത്ത പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.